ഒരു മരണവാർത്ത എത്തുന്നു. തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ വെള്ളാനിക്കരയിൽ കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്തെ സഹകരണ ബാങ്കിന് സമീപത്തെ 2 സെക്യൂരിറ്റി ജീവനക്കാർ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അനീഷ് ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്താണ് സംഭവിച്ചത് എന്ന് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഫിജി, അല്പം മുമ്പാണ് ഇത്തരത്തിൽ 2 സെക്യൂരിറ്റി ജീവനക്കാർ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അത് മണ്ണുത്തിക്കടുത്തുള്ള വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ശാഖയുടെ സമീപത്താണ് ഈ 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരിച്ചവർ വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ അതുപോലെ ആന്റണി എന്ന് പറയുന്ന 2 പേരാണ് മരണപ്പെട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഒരാൾ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന നിലയിലും പായയിൽ കിടക്കുന്ന നിലയിലാണ് മരിച്ചു കിടക്കുന്നത്. മറ്റേയാൾ അതിന് സമീപത്തായി ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. എന്തായാലും ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായി ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം അടുത്തയാൾ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒല്ലൂർ ACPയും അതുപോലെ മണ്ണുത്തി CI ഉൾപ്പെടെയുള്ള വലിയൊരു പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്തുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് ഇത്തരത്തിലുള്ളത്. എന്തായാലും 2 പേർ മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ 2 പേരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ 2 പേരുടെയും മരണത്തിൽ ഇടയാക്കിയ സംഭവം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഫിജി, എങ്ങനെയാണ് ഇവർ മരിച്ച വിവരം പുറം ലോകം അറിയുന്നത്? ആരാണ് ആദ്യം കണ്ടത്? ഫിജി, ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിരവധി ആളുകളുണ്ട്. ഇവർ രാവിലെ പോകുമ്പോഴാണ് ഈ ബ്രാഞ്ചിന് സമീപത്തൂടെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നത്. ഈ ശാഖയുടെ മുന്നിലുള്ള ഇറയത്ത് തന്നെയാണ് ഈ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നതും. പായയിൽ പുറച്ചു മൂടിയ നിലയിൽ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന നിലയിലാണ് ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നത്. മറ്റേയാൾ സമീപത്തായി ചാലിന് സമീപത്തായി ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. എന്തായാലും പ്രദേശത്തുള്ള അവിടെയുള്ളവർ തന്നെയാണ് ഈ വിവരം ആദ്യം അറിയുന്നത്. പിന്നീട് ഇവർ മണ്ണുത്തി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ മണ്ണുത്തി CI ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി. ഒല്ലൂർ ACPയും സ്ഥലത്തെത്തി. ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാൾ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കം നടന്ന് ഒരാൾ മറ്റേയാളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാം എന്നൊരു നിഗമനമാണ് ഇപ്പോൾ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഫിജി, തീർച്ചയായും രാവിലെ അറിഞ്ഞ സംഭവമാണ്. പ്രാഥമിക വിവരങ്ങളാണ് അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് പങ്കുവച്ചത്. വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാർ മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നു.